ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൂണാർ ഇവൻറ്റിലെ ഡെക്കറേഷൻസ് ഏതൊക്കെയായിരിക്കും, പിന്നെ വൺസ് അഗെയിൻ എനിക്ക് ഗോൾഡ് പാസ് കിട്ടിയിട്ടുണ്ട്, അതേക്കുറിച്ച് പറയാനുണ്ട്. പിന്നെ നമുക്ക് പുതിയ എബിലിറ്റിയും കൂടി വരാനുള്ള ഒരു ഹിൻറ്റും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ വാർഡൻ്റെ എബിലിറ്റിയാണ്, അപ്പോൾ അതേക്കുറിച്ചും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഗോൾഡ് പാസ് എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ, നമുക്ക് ജനുവരി ലാസ്റ്റ് ആകുമ്പം എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഗോൾഡ് പാസ് ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്ക് അതൊരു പുതിയ അറിവും കൂടിയാണ്. എന്ന് വെച്ചാൽ ഗോൾഡ് പാസ് കിട്ടി, അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നല്ല വിചാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡ് പാസിനെ കുറിച്ചിട്ട് വലിയ രീതിയിലൊന്നും അറിയത്തില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ അത് ഗിഫ്റ്റ് കിട്ടിയ സാധനം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നേരമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഈ 2 ഗോൾഡ് പാസ് വെച്ചിട്ട് ഞാൻ എന്താക്കാനാണ്, അപ്പോൾ 2 എണ്ണം ഈ മന്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ പിന്നെ ആകുമ്പോൾ അത് ആരാന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഓൾറെഡി ഗോൾഡ് പാസ് ഉണ്ട്, എന്തിനാ തന്നേന്നെല്ലാം പറഞ്ഞു. പറഞ്ഞു അടുത്ത ഇതിൽ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ തമാശക്ക് പറയാമെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത്. അടുത്ത മാസമല്ല യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി, നമ്മുടെ ഫെബ്രുവരി സീസൺ ആരംഭിക്കും തന്നെ നോക്കി. അപ്പോൾ കാണുന്നുണ്ടായിരിക്കും, ഗെറ്റിന്ന് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഗെറ്റിന്ന് കൊടുത്തു. എന്നിട്ട് ഗോൾഡ് പാസ് അന്നേരം കിട്ടി. അപ്പോൾ അതെനിക്കൊരു പുതിയൊരു അറിവാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള 2 സമയത്ത് അടുത്ത മാസം കൂടി യൂസ് ചെയ്യാമെന്നുള്ളൊരു അറിവ് അന്നേരം കിട്ടി. അപ്പോൾ ആ ഗോൾഡ് പാസ് തന്ന ആ വ്യക്തിക്ക് താങ്ക് യു. അപ്പോൾ ANG കിങ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഈ മാസവും കൂടി ഞാൻ ഗോൾഡ്. അപ്പോൾ എനിക്കിപ്പോൾ കിങ് ക്യൂവിന് വാർഡന് സ്കിന്നില്ല. റോയൽ ചാമ്പ്യൻ ഇപ്പോൾ കിട്ടിയല്ലോ. അടുത്ത മാസം വാർഡൻ്റെ സ്കിൻ എങ്ങനെ വന്നാൽ ആരെങ്കിലും ഗോൾഡ് പാസ് ദാനം ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഐ ഡി പറയാൻ, പിന്നെ നമ്മുടെ ക്ലാൻ ഏതാന്ന് നോക്കി ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ക്ലാന് ടുഗദർ എന്ന ക്ലാനാണ്. പിന്നെ ക്ലാനിൻ്റെ ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും കുറേ പ്രാവശ്യം, എനിക്കൊന്ന് 2 പ്രാവശ്യം എങ്ങാനും ക്ലാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വരാം. ഇപ്പോൾ ക്ലാൻ വാർ ലീഗ് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ കാര്യങ്ങൾ. ക്ലാഷ് ഓഫ് ക്ലാൻസ് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഈ സ്കിന്നിനെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുകൊണ്ടൊരു വീഡിയോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പുതിയ ഡെക്കറേഷൻസ് ഏതൊക്കെയാണ്, അതായത് ഈവൻ്റ് സമയത്ത് കിട്ടുന്ന ഡെക്കറേഷൻസ് ഏതൊക്കെയാണ് അതിൽ തന്നെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഡെക്കറേഷൻസ് അവിടെ കൊടുത്തത്. ആദ്യത്തെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്ലോയി ലാൻറ്റേൺ എന്ന്. ഇത് 2020 വന്ന സാധനമാണ്. ഇനി അതിലൊരു ക്രാബ് ഐ തിങ്ക് ക്രാബല്ല തോന്നുന്നു, ലോബ്സ്റ്ററാന്ന് തോന്നുന്നു. ഇനി ഇത് ലോബ്സ്റ്ററും അല്ല ക്രാബും അല്ല എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലൂണാർ ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റില്ല ഒരു നങ്കൂരം, അത് നമുക്ക് ലൂണാർ ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം. അടുത്ത പിക്ചർ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്ലോയി ലാൻറ്റേൺ കാണുന്നുണ്ട്, ഷെൽ ഗോബ്ലിൻ കാണുന്നുണ്ട്. പിന്നെ 2021 ഫയർ വർക്ക് ഫാൻ ബോയ്, അത് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ 2020 നമ്മുടെ ഗോൾഡൻ പോയറ്റ്. അപ്പോൾ ഈ ഞാൻ ഓൾറെഡി ഉള്ള സാധനങ്ങൾ വരുമെന്നല്ല, അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി പുതിയ ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ന്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കൊച്ച് വീട്. കാണുമ്പോൾ ഒരു കിളിക്കൂട് പോലെ തോന്നുന്നുണ്ട്. എനിക്കൊന്നും അത് മറ്റേ ഈ കത്ത് ഇട്ട് വെക്കുന്ന വെട്ടിയ അങ്ങനത്തെ എന്താ തോന്നുന്നു, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കിളിക്കൂട് പോലെയുണ്ട്, കത്തൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബോക്സ് പോലെ, ലെറ്റർ ബോക്സ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഒരു നമ്മുടെ ബാർബേരിയൻ ഒരു എനിക്കൊന്നത് വെള്ളച്ചാട്ടം പോലത്തെ എന്തോ സാധനം, അതിനെന്തോ പേര് പറയുന്നത് വയസ്സ്, ഒരു ഡെക്കറേഷൻസ് പോലെ നമ്മുടെ വീടുകളിലും വലിയ പാലസിലെല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ന്യൂ ഡെക്കറേഷൻ. ഒന്നും കൂടി നോക്കുവാണെങ്കിൽ ഒരു നങ്കൂരം, പിന്നെ മറ്റേ ലോബ്സ്റ്റർ, പിന്നെ മറ്റേ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സാധനം, വെള്ളച്ചാട്ടമല്ല മറ്റേ വെള്ളം പോകുന്ന ആ സാധനം, പിന്നെ ഒരു ലെറ്റർ ബോക്സ്. അപ്പോൾ ഇത്രയും നമുക്ക് ലൂണാർ ഇവൻറ്റ് സമയത്ത് നമുക്ക് ഡെക്കറേഷൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നല്ല, കൺഫേംഡ് ആണ്.
ഓൾറെഡി നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ ഒരു കൺഫേംഡ് ഡെക്കറേഷൻ ഐറ്റമാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാർഡൻ്റെ ന്യൂ എബിലിറ്റി എക്യുപ്മെൻറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ ലൂണാർ ഇവൻറ്റിന് ഫ്രോസൺ ആരോ കൺഫേംഡ് ആണ്. ഫ്രോസൺ ആരോ ആയിരിക്കും നമുക്ക് പർച്ചേസബിൾ എക്യുപ്മെൻ്റ് ആയിട്ട് ഫ്രോസൺ ആരോ വരുന്നത്. അത് എനിക്കൊന്ന് ആർച്ചറിൻ്റെ ആയിരിക്കും, ആർച്ചറിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് വാർഡൻ്റെ എബിലിറ്റി, വാർഡൻ്റിൽ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു ന്യൂ എക്യുപ്മെൻറ്റിനെ കുറിച്ചിട്ട് ആ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും കൂടി നമുക്ക് നോക്കാം. വാർഡൻ്റെ ഒരു ബ്ലാസ്റ്റിംഗ് അബിലിറ്റി ആയിട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ബാർബേരിയൻസിൻ്റെ, അതായത് നമ്മുടെ ബാർബേരിയൻസിൻ്റെ പുതിയ സ്കിന്നുണ്ടല്ലോ, കിങ്ങിൻ്റെ ഒപ്പരമുള്ള നല്ല രസമുണ്ട്. ടിങ്കു മിങ്കു ചിങ്കു എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. നല്ല ക്യൂട്ട് ഡ്രാഗൻസ്, നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ ആർച്ചറിനെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ കുറേ നേരം ഇങ്ങനെ ചുമ്മാ ഈ ചാലഞ്ചൊക്കെ എടുത്ത് ആ ഒരു സ്കിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോ ആയിട്ട് മാറുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും ഡെക്കറേഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും പോയിൻ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ.